80കളുടെ മധ്യം വരെ ഷീലാമ്മ മലയാള സിനിമയിൽ നിറഞ്ഞു. പിന്നീട് ഷീലാമ്മയെ 18 വർഷക്കാലം ഞങ്ങൾ കണ്ടില്ല. നീണ്ടൊരു ഇടവേള. അതെ, അപ്പോഴായിരുന്നു ഷീല എന്നുള്ളൊരു സ്ത്രീ ജീവിച്ചത്. ഷീല എന്ന നടി എന്നുള്ളത് പോയി ഷീല എന്നുള്ളൊരു സ്ത്രീ ജീവിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയി ലോകം മുഴുവനും കറങ്ങി. ലോകം മുഴുവൻ ഇനി കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എൻ്റെ ആശയങ്ങളെല്ലാം എനിക്ക് ജീവിക്കണ്ടേ. സിനിമ ഇനിയൊരു ജീവിതം, ഇനിയൊരു ജന്മം വരും, മനസ്സിലായോ? നമ്മുടെ ആശയങ്ങൾ തീർക്കാതെ പോയാൽ ഇനിയൊരു ജന്മം എടുക്കേണ്ട ആവശ്യമുണ്ടോ? നോ ജന്മം, ഇതോടുകൂടി തീർക്കണം ജന്മം. ഇനിയൊരു ജന്മം വേണ്ട, വേണ്ട, ഇനി ജന്മം വേണ്ട. ഷീലാമ്മയ്ക്ക് ഈ ഒരു ജന്മം കൊണ്ട് തൃപ്തിയായി. ഇനി അണുക്കളായിട്ട് ആകാശത്തിലിങ്ങനെ നമ്മളെന്താന്ന് നമുക്കറിയില്ല. ഞാൻ വിചാരിക്കും എപ്പോഴും, നമ്മൾ മരിച്ചു പോയ നമ്മളെല്ലാവരും കാണാമല്ലോ. ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ആൾക്കാരെല്ലാവരും കാണാം. എൻ്റെ അമ്മയും കാണാം, അഭിനയിച്ച ആൾക്കാരെയും കാണാം. രാമു കാര്യറ്റ് മുതൽ ഇപ്പം മരിച്ച് എല്ലാവരെയും കാണാമല്ലോ. സുകുമാരി ചേച്ചി വരയ്ക്കും കാണാൻ എനിക്ക്. മരണത്തോട് ഭയമില്ലേ? ഒരിക്കലും ഒരു ഭയമില്ല. 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുക. ഒരിക്കലും, ഇന്നല്ല എന്നും എനിക്ക് ഭയമുണ്ടായിട്ടില്ല. ഒരു അപകടത്തിൽ വരുമ്പോൾ അയ്യോ ഞാൻ മരിക്കേ അങ്ങനെ തോന്നുന്നു. മരിക്കേന്നല്ല, അയ്യോ അപകടം വന്നാൽ കയ്യോ കാലോ പോയാൽ പിന്നെ ആരെയും ആശ്രയിച്ച് വേണ്ടേ നമ്മൾ ജീവിക്കാൻ. അല്ലാതെ മരണത്തോടുള്ള ഭയമല്ല. മരണത്തോട് ഒരിക്കലും എനിക്ക് ഭയമില്ല. മരണത്തിന് ഞാൻ മരണത്തെ സ്നേഹിക്കുന്നു. മരണം നിങ്ങൾ ജനിച്ചുണ്ടെങ്കിൽ മരിക്കില്ലേ? ഒരു കാലം ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. പിന്നെ എന്തിനാ ഇപ്പം പേടിക്കുന്നത്? ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും മരണത്തെ ഭയമില്ലാത്തവർ വളരെ വിരളമാണ്. എനിക്ക് ഒരിക്കലും സത്യമാണ്, മരണത്തോട് ഭയമേ ഇല്ല. എന്തായാലും മരണത്തെ സ്നേഹിക്കുന്ന ഷീലാമ്മയുടെ ഈ ധൈര്യത്തിൽ മരണത്തിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ 1.5 വ്യാഴവട്ടക്കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന് സിനിമ നൽകാതിരുന്ന ജീവിതത്തെ പരിപൂർണമായി നുകർന്ന ഷീലാമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു മിസ്സിങ് എപ്പോഴെങ്കിലും സംഭവിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. സിനിമ അങ്ങനെ അതാണ് ഷീല. ഒരിക്കൽ പോലും ഭരതൻ വിളിച്ചിട്ടുണ്ട്, വലിയ വലിയ ഡയറക്ടേഴ്സ് എല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട് പല പടങ്ങൾക്കും. ഇതാ വരുന്നു, അത് പറയുന്ന വേറൊരാളും കൂടിയുണ്ട്. ഈ ആളെ നോക്കിക്കൊള്ളുക, ശ്രദ്ധിച്ച് ആരാന്ന് നോക്കിക്കൊള്ളുക. 18 കൊല്ലം എന്നെ വീട് നോക്കാൻ വേണ്ടി യു സ്റ്റോപ്ഡ് ആക്ടിങ്. ഈ 18 കൊല്ലമായിട്ട് എത്രയോ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രൊഡ്യൂസേഴ്സ്, കോ ആർട്ടിസ്റ്റ്. അവർക്ക് എല്ലാവർക്കും നീ വന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് ഈ ക്യാരക്ടർ കിട്ടിയാൽ എത്ര നന്നായിരുന്നു, ഐ വുഡ് ഹാവ് ബീൻ സോ ലക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അമ്മ മിസ് ചെയ്തിട്ടുണ്ടോ? ബ്രിട്ടാസ് ചോദിച്ച പല ചോദ്യങ്ങളോടും സത്യം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇത് ചോദിക്കുന്ന മകനാണ്. അതെ, മകനാണെങ്കിൽ ആരും ബ്രിട്ടാസും അതുപോലെ തന്നെ. എനിക്ക് മകനോ നിങ്ങളൊന്നും വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരേ മറുപടിയാണ്. മകൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആശ ഉണ്ടെങ്കിൽ ആ നിമിഷം വന്നേനെ. എനിക്ക് അങ്ങനെ ഒരു ആശ വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ ചെയ്യാത്ത ക്യാരക്ടർ എന്താ ഇനി ഉള്ളത്? ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തിനാ വന്ന് പിന്നെയും പോയി ലൈറ്റ് അവർ വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മാതിരിയായിരുന്നു. തിരിച്ച് വിളിക്കുമ്പോഴേ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കിഷ്ടമല്ലായിരുന്നു അവർ വിളിക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ മാറ്റി, എൻ്റെ സെൽ നമ്പർ മാറ്റി, എല്ലാം മാറ്റി. ഞാൻ പോയില്ല, എനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ട. എൻ്റെ മോൻ ഇവനായിരുന്നു അന്നത്തെ എൻ്റെ ഒരേ ഒരു ഫോക്കസ്. അവനെ പഠിപ്പിക്കണം, അവനെ നല്ലപോലെ നോക്കണം. പിന്നെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. എൻ്റെ സിസ്റ്റേഴ്സ്, എനിക്ക് 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അവൻ്റെ മക്കളുടെ കല്യാണത്തിന് പോലും ഞാൻ പോയിട്ടില്ല, അറിയാമോ? ഷൂട്ടിങ്ങിനൊക്കെ ഉള്ള കാരണം അവൻ്റെ മക്കളുടെ കല്യാണം, അവരുടെ വീട്ടിൽ എത്രയോ വിശേഷങ്ങളുണ്ടാവും. ആരുടെ ഞാൻ പോയിട്ടില്ല. ഇതിന് ശേഷം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അവരുമായിട്ട് എങ്ങനെ പഴകണം, എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേരും, പുതിയ ലോകം. അയ്യോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ? സന്തോഷമായിരുന്നു. ആ സന്തോഷം ഈ അഭിനയിക്കുന്നതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനു തിരിച്ചു വന്നാൽ പിന്നെ ഞാൻ പിന്നെ കുറേ നാളായപ്പോൾ ഞാൻ കുറേ എഴുതി. അപ്പോൾ ഇവൻ പറയും, അമ്മ ഒന്ന് പോയി അഭിനയിക്കും. ഇപ്പോൾ എന്ത് ഈസിയാന്ന് പറയാം അഭിനയം. അവൻ അപ്പോഴേക്കും 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ അഭിനയിച്ചു, കാതൽ രാജാവെ ഒക്കെ അഭിനയിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, അമ്മ ഇപ്പോൾ വന്ന് ഭയങ്കര ഈസിയാണ്. ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷോട്ട് ബൈ ഷോട്ടാണ് എടുക്കുന്നത്. ഡയലോഗ് ഒന്നും പഠിക്കണ്ട. അവനെ മുന്തി തള്ളി വിട്ടു. അവനാ എന്നെ കൊണ്ടുവന്നത്. രണ്ടാം വരവില് സംതൃപ്തി ഉണ്ടോ? രണ്ടാം വരവിൽ വളരെ സംതൃപ്തിയുണ്ട്. മനസ്സിനക്കരെ പടം കാണാൻ പോകുന്നു. അപ്പോൾ ബാൽക്കണി ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചവർ.
അപ്പോൾ ഇങ്ങനെ പേരിട്ടപ്പോൾ ഷീലാന്ന് പേരിട്ടപ്പോൾ മുഴുവനും തിയേറ്റർ കൈയടിച്ചു. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായ ഒരു എന്തെന്ന് പറയാനൊക്കാത്തൊരു സന്തോഷമാണ്. പറയാൻ വാക്കുകളില്ല. എല്ലാം മുഴുവനും തിയേറ്റർ ഷീല എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യം നടന്നു വരുന്ന ഒരു വരവ്, ഫസ്റ്റ് ഷോട്ട്, അപ്പോഴും അതേപോലെ കൈയടിച്ചു. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു പോയി സത്യത്തിൽ. അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ സമയത്താണ് ഞാൻ കരയുന്നത്. ഒരുപക്ഷെ ഷീലാമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അനിവാര്യതകളിലൊന്നായിരുന്നു അത് മകൻ നിമിത്തമായി എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പോയി അമൃതാനന്ദമയിൽ അവരെ പോയി കണ്ടു. ഞാൻ കണ്ടിട്ട് അവരെ തനിച്ച് കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോണോ വേണ്ടയോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഷീല എന്ന് പറഞ്ഞൊരു നടിയാണ്, നടി എപ്പോഴും അഭിനയിക്കണം, നിർത്തരുത്. അത് ഒരു വലിയൊരു പ്രചോദനമായിരുന്നു എനിക്ക് തിരിച്ചു വരാൻ.